പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ ജനിച്ചപ്പോൾ നല്ല വെളുത്ത സുന്ദരനായിരുന്നു. ആ എന്നെ എടുത്തൊരു നഴ്സ് വേറൊരു അമ്മയ്ക്ക് വിറ്റു. എന്നിട്ടൊരു കറുത്ത എന്നെ എടുത്ത് അവിടെ കിടത്തി. ആരാണത് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാം. മലയാളത്തെ കുടുകുടാ ചിരിപ്പിച്ച സലിം കുമാർ. അദ്ദേഹം യാത്രയായി. വീണ്ടും അദ്ദേഹം ഉയർത്തിയ ഒരു വിവാദം വളരെ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിലെല്ലാം പുതിയ വ്യാഖ്യാനത്തോടൊപ്പം ഇങ്ങനെ അലയടിക്കുകയാണ്. സലിം കുമാർ കരളിന് കേടുവന്നിട്ട് പരമ്പരാഗത വൈദ്യന്മാരുടെ അടുത്ത് പോയി, പ്രകൃതി ചികിത്സകരുടെ അടുത്ത് പോയി, അങ്ങനെ രോഗം വഷളായി. അവസാനം കരൾ മാറ്റി വെച്ചത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. നേരത്തെ തന്നെ കരൾ മാറ്റിയിരുന്നെങ്കിൽ അങ്ങനെ അങ്ങ് അലയടിക്കുകയാണ് വ്യാജ വൈദ്യന്മാർ. ആരാണ്? നിർമ്മലാനന്ദഗിരി മഹാരാജ് വ്യാജവൈദ്യൻ, അവിടെ നിന്ന് വേറെ മോഹനം വൈദ്യർ വ്യാജവൈദ്യൻ, പിന്നെ വേറൊരു വൈദ്യരുടെ അടുത്ത് പോയി വ്യാജവൈദ്യൻ. നിങ്ങൾ അങ്ങനെയൊന്നും പോവരുത്. എന്തെങ്കിലും ഇതുപോലൊരു അസുഖം വന്നാൽ അതിന് അലോപ്പതി ചികിത്സയേ ഉള്ളൂ, വേറെ ഒരു ചികിത്സയ്ക്കും പോവരുത്. ഇതെൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് എന്ന് സലികുമാറും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒടുവിൽ ശരിയായ ചികിത്സയിലേക്ക് വന്നു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിന് ആ സമയത്ത് തന്നെ ഞാൻ ഒരു മറുപടി കൊടുക്കുകയുണ്ടായി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തോടെ സോഷ്യൽ മീഡിയയിലെ മരുന്ന് മാഫിയക്കാർ അതങ്ങ് ഏറ്റെടുത്ത് വീണ്ടും വിവാദമുണർത്തുമ്പോൾ ചില ചോദ്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഒന്ന്, സലിം കുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, പാരമ്പര്യമായി കരൾ രോഗം അവരുടെ കുടുംബത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ കരൾ രോഗം, ഇതേ കരൾ രോഗം കൊണ്ടാണ് മരിച്ചത്. ഒരാൾ വീട്ടിൽ മരിച്ചു, രണ്ടാമത്തെ ആൾക്കും വന്നു എന്നുള്ളതിനെ പാരമ്പര്യ രോഗം എന്ന് പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. അതിന് സാധ്യത കുറവാണ്. പനിക്ക് പാരാസിറ്റമോൾ കഴിച്ചാൽ മതിയല്ലോ കരൾ പോവാൻ. കരളിന് കേടുവരാൻ വേദനാസംഹാരികൾ കഴിച്ചാൽ മതിയല്ലോ. പാരാസെറ്റമോള് കഴിച്ച ഒരാൾ മദ്യം കൂടെ കഴിച്ചാൽ, വേദനാസംഹാരി കഴിച്ച ഒരാൾ മദ്യം കൂടെ കഴിച്ചാൽ, കാപ്പിയും കൂടെ കുടിച്ചാൽ ഉണ്ട്. പരമ്പരാഗതമാണെങ്കിൽ അപ്പനും അപ്പൻ്റെ അപ്പൂപ്പനും അങ്ങനെയുള്ളവർക്കെല്ലാം കാണണ്ടേ, അമ്മൂമ്മമാർക്കെല്ലാം കാണണ്ടേ. അത് പാരമ്പര്യമായിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ജന്മനാ കിട്ടിയെന്ന് പറഞ്ഞാൽ പോലും അത് എനിക്ക് സംശയമുണ്ട്. ആ സംശയം മാത്രമാണ്, അതവിടെ ഇരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ സഹോദരൻ പ്രകൃതി ചികിത്സയ്ക്കോ, സലിം കുമാർ ഒരിക്കലും പ്രകൃതി ചികിത്സ ചെയ്തിട്ടില്ല. അദ്ദേഹം എൻ്റെ അടുത്തും വന്നിരുന്നു. എൻ്റെ നിർബന്ധങ്ങൾ, എൻ്റെ കണ്ടീഷനുകൾ അദ്ദേഹത്തിന് സ്വീകാര്യമായിരുന്നില്ല. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. അത്രയ്ക്ക് കണിശമായി ആരോഗ്യ നിയമങ്ങൾ പാലിക്കാൻ തയ്യാറല്ലാത്ത ഒരാളെ ഞാൻ എടുക്കത്തില്ല. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ കാണാൻ എന്നെ വിളിച്ചു. അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് ആലുവ ഗസ്റ്റ് ഹൗസിൽ ചെല്ലുന്നത്. ചാണ്ടി ഉമ്മനുണ്ടായിരുന്നു, ഉമ്മനുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ശ്രീമതിയും അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അതിനു മുമ്പ് തിരുവനന്തപുരത്ത് വീട്ടിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു. പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യത്തേത് സൗണ്ട് റെസ്റ്റ് എടുക്കണം, തൊണ്ടയ്ക്കാണ് വിഷയം. അപ്പോഴേ അദ്ദേഹത്തിൻ്റെ ശ്രീമതി പറഞ്ഞു, അതുമാത്രം ഇദ്ദേഹത്തെ കൊണ്ട് നടക്കുകയല്ല. ഞാൻ കാണുമ്പോഴും ആ മുറിയിൽ ഒരു 10-20 പേരുണ്ട്. ബെന്നി മെഹമന്നാനും അങ്ങനെയുള്ള നേതാക്കന്മാർ പലരും ഉണ്ട്. ഞാൻ പറഞ്ഞു, ശരിയാവില്ല, ചികിത്സ തുടങ്ങേണ്ടത് അവിടെ നിന്നാണ്. അദ്ദേഹം എൻ്റെ രീതികളിൽ ചിലത്, ഒരു ചമ്മന്തിയൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. അത് എന്തെല്ലാം ചെയ്തു എന്നുള്ളത് പിന്നെ ചാണ്ടിയമ്മനായിട്ട് പല പ്രാവശ്യം കണ്ടെങ്കിലും ഞാൻ കൂടുതൽ അങ്ങനെ ചോദിച്ചിട്ടില്ല. അപ്പോൾ ചിട്ടകൾ കൃത്യമായിട്ട് പാലിക്കാത്ത ഒരാൾക്ക് വെറുതെ ചികിത്സിച്ച് നാണം കെടാമെന്നല്ലാതെ ഒരു കാര്യമില്ല. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ സലിം കുമാറിന് കരളിൻ്റെ
രോഗമുണ്ടായി, ജ്യേഷ്ഠനും ഉണ്ടായിരുന്നു. ജ്യേഷ്ഠൻ പ്രകൃതി ചികിത്സയ്ക്കോ ആയുർവേദ ചികിത്സയ്ക്കോ ഹോമിയോയ്ക്കൊന്നും പോയില്ലല്ലോ. അങ്ങനെ പോയതായിട്ട് സലിംകുമാർ പറഞ്ഞിട്ടില്ല. അലോപ്പതിക്ക് തന്നെയാണ് പോയത്. ഫലം കിട്ടാതെ അദ്ദേഹം മരിച്ചു. പിന്നെ സലിംകുമാറിനും ആ അസുഖം വന്നപ്പോൾ നേരെ ഓടി പ്രകൃതി ചികിത്സകരുടെ അടുത്തോ ആയുർവേദക്കാരുടെ അടുത്തോ പോയിട്ടുണ്ടോ? പോകാൻ ഒരു സാധ്യതയില്ല. അവിടെ കുറേ ചികിത്സയെല്ലാം ചെയ്ത് കരൾ മാറ്റണം എന്ന് പറഞ്ഞപ്പോഴാണ്, ആ വിധി വന്നപ്പോഴാണ് സലിംകുമാർ നിർമ്മലാനന്ദഗിരി സ്വാമികളുടെ അടുത്ത് പോയത്. അതിനു മുമ്പ് ഒരു ചോദ്യം ചോദിക്കട്ടെ. എങ്ങനെയാണ് സലിംകുമാറിൻ്റെ ജീവിതം ഉണ്ടായിരുന്നത്? കരളിന് സൗഹാർദ്ദം, കരളിന് നന്മ, ബുദ്ധിമുട്ടുണ്ടാക്കാത്ത, കരളിനെ കഷ്ടപ്പെടുത്താത്ത, കരളിനെ മനഃപൂർവ്വം നശിപ്പിക്കാത്തൊരു ജീവിത രീതി ആയിരുന്നോ? ഞാനത് ഗൂഗിളിനോട് ചോദിച്ചു. സലിംകുമാർ മദ്യപിക്കുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ? യെസ്, സലിംകുമാർ ഡിഡ് ഡ്രിങ്ക് ആൽക്കഹോൾ ഡ്യൂറിങ് ഹിസ് ലൈഫ്, which he openly acknowledged in various interviews and public interactions. അതെ, അത് ശരിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടങ്ങളിൽ മദ്യപിക്കുമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളിൽ അതുപോലെ തന്നെ പൊതു ഭാഷണങ്ങളിലെല്ലാം സമ്മതിച്ചിട്ടുള്ളതുമാണ്. ഞാൻ ജെമിനിയോടാണ് ചോദിച്ചത്. അപ്പോൾ ജെമിനിയോട് ഞാൻ ചോദിച്ചു, പിന്നെയും ചോദിച്ചു, സലിംകുമാർ പുകവലിക്കുമായിരുന്നോ? ഉത്തരം, yes, Salimkumar was a heavy smoker who smoked both cigarettes and BDs throughout most of his life. ഇതാണ് എനിക്ക് ഉത്തരം കിട്ടിയത്. Yes, Salimkumar was a heavy smoker who smoked both cigarettes and BDs throughout most of his life. ജീവിതത്തിൻ്റെ നല്ലൊരു കാലഘട്ടം വരെ, ജീവിതത്തിലെ ഏറ്റവും ദീർഘമായ ജീവിതത്തിൽ നല്ലൊരു സമയം വരെ അദ്ദേഹം വളരെ കടുത്ത പുകവലിക്കാരനായിരുന്നു. സിഗരറ്റും വലിക്കുമായിരുന്നു, ബീഡിയും വലിക്കുമായിരുന്നു. പക്ഷേ സലിംകുമാർ പലയിടത്തും പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ പ്രചരിക്കുന്ന പ്രഭാഷണങ്ങളിലുള്ളത്, എൻ്റെ കരൾ രോഗം മദ്യപാനം കൊണ്ടുണ്ടായതല്ല എന്നാണ്. അത് ഒരു കടുത്ത കൈയായിപ്പോയി. നല്ല കരൾ, ആരോഗ്യമുള്ള കരളാണെങ്കിൽ പോലും മദ്യപാനത്തിലും പുകവലിയിലും മോശമാകും. അപ്പോഴാണോ പരമ്പരാഗതമായി മോശമായിരുന്നു എന്ന് പറയപ്പെടുന്നൊരു കരള്, പരമ്പരാഗതമായി കുഴപ്പമുള്ള കരളാണെങ്കിൽ മദ്യപിച്ചാലും പുകവലിച്ചാലും ഒന്നും ഒരു കുഴപ്പവും പിന്നെ വരില്ല. പരമ്പരാഗതമായിട്ട് കുഴപ്പമുണ്ടല്ലോ. പ്രിയപ്പെട്ട യൂട്യൂബ് സുഹൃത്തുക്കളെ, സലിംകുമാർ വയ്യാത്ത കരളും വെച്ച് മദ്യം കഴിക്കുകയും പുകവലിക്കുകയും ചെയ്തപ്പോൾ അത് കുറേ കൂടെ മോശമായിട്ടില്ലേ? പരമ്പരാഗതമായി മോശമായ ഒരു കരളിനെ നന്നാക്കിയെടുക്കാൻ മോഡേൺ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ വല്ല വഴിയുണ്ടോ? അപ്പോൾ ജെമിനി പറഞ്ഞു, ഇല്ല. ആകെയുള്ള അൾട്ടിമേറ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാനുള്ളത് കരൾ മാറ്റുക മാത്രമാണ്. അപ്പോൾ ഇവിടെ സലിംകുമാർ പരമ്പരാഗത വൈദ്യന്മാരുടെ അടുത്തേക്ക്, ആയുർവേദ വൈദ്യൻ്റെ അടുത്തേക്ക് പോയത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഏതായാലും അലോപ്പതിയിൽ ചികിത്സയില്ല, കരൾ മാറ്റലേ ഉള്ളൂ. അതിനു മുമ്പ് എന്നാൽ വേറെ നമ്മുടെ നാട്ടിലുള്ള വൈദ്യങ്ങളിൽ വല്ല വഴിയുമുണ്ടോ എന്ന് അദ്ദേഹം നോക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കരളിന് മോശം വന്നതിൻ്റെ വഴികൾ ഈ പറഞ്ഞ പോലെ പാരമ്പര്യമാണോ, മരുന്നുകളാണോ, ഭക്ഷണക്രമമാണോ, പാനീയങ്ങളുടെ ക്രമമാണോ, അതെല്ലാം കൂടിയാണോ എന്നൊന്നും കൃത്യമായിട്ട് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഏതായാലും കരൾ മാറ്റാതെ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിൽ അദ്ദേഹം നിർമ്മലാനന്ദഗിരി മഹാരാജിൻ്റെ അടുത്ത് പോയി. ആരായിരുന്നു അദ്ദേഹം? തികച്ചും സത്യസന്ധനായ
തനിക്ക് വേണ്ടി യാതൊന്നും കരുതി വയ്ക്കാത്ത, താനുണ്ടാക്കുന്ന മരുന്നിന് പോലും കാശ് വാങ്ങിയിരുന്നില്ലാത്ത, ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിതമായ അറിവിൻ്റെ ഭണ്ഡാരമായിരുന്നു അദ്ദേഹം. മോഡേൺ മെഡിക്കൽ സയൻസിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിനുള്ള വിവരം, അദ്ദേഹത്തിനുണ്ടായിരുന്ന വിവരം പല ഡോക്ടർമാർക്കും ഇല്ല എന്ന് നേരിട്ട് അടുത്തിരുന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ. എന്നോടും അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹം മരുന്ന് കൊടുക്കുന്നതിന് ഞാൻ അനുകൂലിച്ചിരുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. ഞാൻ മരുന്നുകളെ അനുകൂലിക്കുന്ന ഒരാളല്ല. മരുന്നില്ലാതെ തന്നെ ശരീരം സ്വയം മാറ്റും രോഗങ്ങൾ എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുന്ന ഒരാളാണ്. അതിന് കഴിയാതെ വരുന്നൊരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഹൃദയം മാറ്റാൻ പോകണോ, കരൾ മാറ്റാൻ പോകണോ, വൃക്ക മാറ്റാൻ പോകണോ, അത് നിങ്ങളുടെ ലൈഫ് ഫിലോസഫി അനുസരിച്ച് നിങ്ങൾ തീരുമാനിക്കേണ്ട കടുംകൈ പ്രയോഗങ്ങളാണ്. സർജറികൾ പോലും നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിൽ ചെയ്യുന്നതിന് ഞാൻ അനുകൂലിക്കുന്ന ഒരാളും കൂടിയാണ്. ഇപ്പോൾ നിർമ്മലാനന്ദഗിരി മഹാരാജാവിൻ്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം ചങ്ങലം പരണ്ടയാണ് നിർദ്ദേശിച്ചത്. അത് കഞ്ഞിയിൽ കഴിക്കാൻ പറഞ്ഞു. 51 ദിവസം കഴിക്കാൻ പറഞ്ഞു. 501 ദിവസം കഴിച്ചു എന്നാണ് സലിംകുമാർ പറയുന്നത്. അപ്പം അവിടെ 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഈ വൈദ്യർക്ക് എന്നാ കിട്ടി? വ്യാജവൈദ്യൻ. എന്ത് കാര്യത്തിന്? സലിംകുമാറിൻ്റെ അടുത്തുനിന്ന് ഒരു 10-50 ലക്ഷം രൂപ മേടിച്ചെടുത്തെങ്കിൽ കൊള്ളക്കാരൻ, വ്യാജവൈദ്യൻ, ചികിത്സ കൊണ്ട് ആളുകളെ നശിപ്പിച്ച് കാശുണ്ടാക്കുന്നവനെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട്. ഇത് CTV ഒരു സുഹൃത്ത് പറയുന്നത് കേട്ടു. CTV യൂട്യൂബ് ചാനലിൽ ഈ വൈദ്യൻ സൗജന്യമായി മരുന്ന് കൊടുക്കുന്നത് കൊണ്ട് രോഗികൾക്ക് അദ്ദേഹത്തെ വലിയ കാര്യമായിരുന്നു, വിശ്വാസമായിരുന്നു. എൻ്റെ സുഹൃത്തെ, അദ്ദേഹം സൗജന്യമായി മരുന്ന് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സെന്താണ്? അദ്ദേഹം എന്തിനു വേണ്ടിയാണത് ചെയ്തിരുന്നത്? അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരുന്ന 100 രോഗികളിൽ, 1000 രോഗികളിൽ, ചെന്ന രോഗികളിൽ എത്ര ശതമാനം രക്ഷപ്പെട്ടു? എത്ര ശതമാനത്തിന് ഈ ഒരു അവസ്ഥ വന്നു എന്നും കൂടെ നോക്കണ്ടേ സുഹൃത്തെ? എന്നിട്ട് വേണ്ടേ അദ്ദേഹത്തെ പോലെ ഒരു മഹാമനുഷ്യനെ, ഒരു താപസനെ വ്യാജൻ എന്നൊക്കെ വിളിക്കാനായിട്ട്? സ്വാമി നിർമ്മലാനന്ദഗിരി സലിംകുമാരോട് എന്ത് പറയണമായിരുന്നു? വേറെ ഒന്നും പരീക്ഷിച്ച് നോക്കരുത്, നേരെ ട്രാൻസ്പ്ലാന്റേഷന് പോയിക്കോളൂ. ഈ ട്രാൻസ്പ്ലാന്റേഷൻ എത്ര % ഉറപ്പാണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? അത് 100% ഫലം തരുന്ന ഒരു ചികിത്സാ നടപടിയാണോ? അല്ല എന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ആശുപത്രിക്കാർ തന്നെ പറയുന്നുണ്ട്. ആദ്യത്തെ 2 കൊല്ലത്തിനുള്ളിൽ ഇത്ര ശതമാനം ആളുകൾ മരിക്കാൻ സാധ്യതയുണ്ട്, 5 കൊല്ലത്തിനുള്ളിൽ 30% വരെ മരിക്കാൻ സാധ്യതയുണ്ട്, അത് കഴിഞ്ഞ് എത്ര ദിവസം ജീവിക്കുമെന്നൊന്നും പറയാൻ പറ്റുകയില്ല. ഇപ്പോൾ കുറേ അങ്ങ് ദീർഘമായിട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്ന അവർ തന്നെ അങ്ങനെയാണ് പറയുന്നത്. കരൾ മാറ്റിവെച്ചവരിൽ, കിഡ്നി മാറ്റിവെച്ചവരിൽ ഒരു പഠനം നടത്തി നോക്കണം. എത്ര കാലം ജീവിച്ചു എന്നത് മാത്രമല്ല, എത്രത്തോളം ആനന്ദത്തോടെ ജീവിച്ചു, ആരോഗ്യത്തോടെ ജീവിച്ചു എന്നും കൂടെ നോക്കണം. അതിനെന്ത് ചെലവാക്കിയെന്നും കൂടെ നോക്കണം. CTV സുഹൃത്ത് അതെല്ലാം കൂടി വെച്ചൊന്ന് നോക്കണം. അപ്പോൾ ചങ്ങലം പരണ്ട കഴിച്ചു, എന്നിട്ട് അദ്ദേഹത്തിന് അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പം വന്നിരുന്നെങ്കിൽ 501 ദിവസം അദ്ദേഹം അത് കഴിക്കുമായിരുന്നോ? അങ്ങനെ ഒരു ചോദ്യമുണ്ടല്ലോ. വൈദ്യര് പറഞ്ഞത് കഴിച്ചു, 51 ദിവസം കഴിച്ചത് 501 ദിവസത്തിലേക്ക് സലിംകുമാർ കഴിച്ചത് എന്തുകൊണ്ടാണ്? ആശ്വാസമെങ്കിലും ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ? വ്യത്യാസം വന്നത് കൊണ്ടല്ലേ? ഒരു വ്യത്യാസം ഇല്ലായിരുന്നു, രോഗം കൂടുകയായിരുന്നുവെങ്കിൽ അപ്പോൾ തന്നെ മറ്റു ചികിത്സകരുടെ അടുത്തേക്കോ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷനോ പോകില്ലായിരുന്നോ? അപ്പോൾ സലിംകുമാർ അതിന് പോവാതിരുന്നത് ആ കാലയളവിൽ അദ്ദേഹത്തിന് മെച്ചം കിട്ടിയത്. ഈ 501 ദിവസം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 2 കൊല്ലം അടുക്കുന്നു. 1.5 കൊല്ലം ഉറപ്പായിട്ടും ആയിട്ടുണ്ട്. ഈ 1.5 കൊല്ലവും സ്വാമി പറഞ്ഞതുപോലുള്ള ഒരു ഭക്ഷണപാനീയങ്ങൾ കൂടെ കഴിച്ചോ? മദ്യം കുടിക്കാതിരുന്നോ? പുകവലിക്കാതിരുന്നോ? അതോ എൻ്റെ ഹെറിഡിറ്ററി ആയ ലിവറിൻ്റെ തകരാറാണ്, മദ്യമൊന്നുമല്ല അതിന് കുഴപ്പമുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് ആ സേവയും കൂടെ തുടങ്ങിയോ തുടർന്നോ എന്ന് എനിക്കറിയില്ല. അതിനുശേഷം കാണാൻ പോയത് മോഹനം വൈദ്യരെ.
നമ്മുടെ നാട്ടിൻ പുറത്തെ ഒരു വൈദ്യരെ വിളിച്ചിരുത്തിയിട്ട് അലോപ്പതി ഡോക്ടർ കെമിസ്ട്രി ചോദിച്ചപ്പോൾ വൈദ്യർക്ക് അതിന് ഉത്തരം പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് അയാൾ വ്യാജ വൈദ്യരാണ്. ഒരു ടി വി പരിപാടിയിലിരുത്തി അദ്ദേഹത്തെ ചതിച്ച് ഈ ടി വിക്കാരുടെ കുതന്ത്രത്തിൽ കെണിപ്പെടുത്തി അങ്ങനെ അദ്ദേഹത്തെ വ്യാജ വൈദ്യരായി ചിത്രീകരിക്കുകയായിരുന്നു. മരുന്നുകൾ രോഗം മാറ്റില്ല, മരുന്നുകളല്ല രോഗം മാറാൻ വേണ്ടതെന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ചികിത്സയെ ഞാൻ പ്രചരിപ്പിക്കുന്ന ഒരാളല്ല. പക്ഷേ പരമ്പരാഗതമായ അറിവുകളെ, നമ്മുടെ നാട്ടിലെ പൂവിനെയും കായയെയും മരങ്ങളുടെ വേരുകളെയുമെല്ലാം ഔഷധമായി പ്രയോഗം എത്രയോ നൂറ്റാണ്ടുകളായി, എത്രയോ വർഷങ്ങളായി ചെയ്തു വരുന്നതാണ്. ഈ അലോപ്പതിക്കാരങ്ങൾ ഉത്ഭവിക്കുന്നതിന് മുമ്പ് 19 കൊല്ലം വരെ ഈ ലോകത്തെ മനുഷ്യരുടെ ആരോഗ്യം, നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ ആരോഗ്യം ഉറപ്പ്. ഈ അലോപ്പതിക്കാരൻ ഇങ്ങനെ മരുന്ന് കമ്പനികളും മരുന്നുകളും ഒക്കെയായി ചാടി വീണിട്ട് കാലം ഇത്രയല്ലേ ആയുള്ളൂ CTV സുഹൃത്തെ. അതുവരെ മനുഷ്യർ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്? അവരുടെ രോഗങ്ങളെ ആരാണ് മാറ്റിയിരുന്നത്? ആദ്യകാലങ്ങളിൽ അമ്മമാരല്ലേ? ഈ ഒരു പെർസെൻറ്റേജിനേക്കാൾ കൂടുതൽ അപകടങ്ങൾ, കൂടുതൽ രോഗങ്ങളൊന്നും അക്കാലത്ത് ഉണ്ടായിട്ടില്ല. പ്രസവം, ഗർഭധാരണം, ഗർഭപരിചരണം, കുട്ടികളുടെ പരിചരണം, ഗർഭകാല രക്ഷ എല്ലാം ചെയ്തിരുന്നത് അമ്മമാരല്ലേ? പ്രസവം എടുത്തിരുന്ന അമ്മമാരല്ലേ? പെർസെൻറ്റേജ് വെച്ച് നോക്കിയാൽ ഇപ്പോൾ ആശുപത്രികളിൽ നടക്കുന്ന ശിശുമരണങ്ങൾ, ഗർഭിണികളുടെ മരണങ്ങൾ ശതമാനക്കണക്ക് നിരക്ക് വെച്ച് നോക്കിയാൽ വലിയ വ്യത്യാസമില്ല എന്നുള്ളതും കൂടെ തിരിച്ചറിയണം. ഇപ്പോൾ പ്രസവം തീരെ കുറഞ്ഞതുകൊണ്ട്, അമ്മമാരുടെ പ്രായം കുറവായത് കൊണ്ടൊക്കെയാണ് നമ്മൾ കാണുമ്പോൾ നമുക്ക് മരണമൊക്കെ കുറഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നത്. ഏതായാലും മോഹനം വൈദ്യരുടെ ചികിത്സയിൽ അദ്ദേഹത്തിന് ഛർദി ഉണ്ടായെന്ന് പറയുന്നുണ്ട്. അത് 2 വിധത്തിലാവാം. ഒന്ന്, വൈദ്യര് കൊടുത്ത മരുന്ന് ഈ ശരീരത്തിന് ചേരാതെ വന്നു, അത് ശരീരം കളയാൻ നോക്കി. രണ്ടാമത്തത്, ഉള്ളിൽ കിടക്കുന്ന കരളിനെ ദ്രവിപ്പിക്കുന്ന അസിഡിറ്റി ഛർദ്ദിച്ചു പോവാം. മൂന്നാമത്തത്, പഥ്യം പാലിക്കാതെ. മോഹനം വൈദ്യർക്ക് കൂടുതൽ കർശനമായ പഥ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പഥ്യം തെറ്റിച്ച് മരുന്നിൽ ആശ്രയിച്ച് അങ്ങനെയും ഛർദി വന്നതാവാം. ഏതായാലും പിന്നീടാണ് മറ്റൊരു വൈദ്യരുടെ അടുത്ത് പോയത്. മൂന്നാമത്തെ വൈദ്യര് അദ്ദേഹം 500 തേങ്ങയുടെ വെള്ളം കുറുക്കിയെടുക്കുന്ന ഒന്നിനെക്കുറിച്ച് പറഞ്ഞു. അതൊരു അത്ഭുതകരമായ പ്രിപ്പറേഷൻ ആകാനാണ് സാധ്യത. ഏതായാലും അതും അദ്ദേഹത്തിന് ഫലിച്ചില്ല. അപ്പോൾ അത് ദേഹത്ത് തേക്കാൻ പറഞ്ഞു. ദേഹത്ത് തേക്കാൻ ഏറ്റവും പറ്റിയ സാധനമാണ് ഉള്ളിലിടാനും. പുറമേ തേക്കാൻ കഴിയുന്നത്, തേച്ചാൽ കുഴപ്പമില്ലാത്തത് അകത്തേക്കിടാം, അകത്തും കുഴപ്പമുണ്ടാക്കില്ല. നിങ്ങളൊരു പാരാസിറ്റമോൾ എടുത്ത് വെള്ളത്തിൽ ചാലിച്ച് തൊലിക്ക് തേച്ച് നോക്ക്, പൊള്ളിപ്പഴുക്കും. അതാണ് അകത്തേക്കിടാൻ പറയണത് അവർ. അതിലൊന്നും ഒരു കുഴപ്പമില്ല. ഏതായാലും സലിംകുമാർ കരൾ മാറ്റാൻ വേണ്ടി പോയി. അങ്ങനെ 2015 അദ്ദേഹം കരളുമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. ഓർക്കണം, അസുഖം തുടങ്ങുന്നത് 2010 2010 തുടങ്ങി 5 കൊല്ലം അദ്ദേഹം പരമ്പരാഗത മരുന്നുകളിലൂടെ മുന്നോട്ട് പോന്നു. 2010 തന്നെ കരൾ മാറ്റണമെന്ന് ആശുപത്രി പറഞ്ഞതാണ്. പക്ഷെ 5 കൊല്ലം അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിച്ചു കരൾ മാറ്റാതെ. കരൾ മാറ്റാതെ അദ്ദേഹം ജീവിച്ച ആ 5 കൊല്ലവും കരൾ മാറ്റിയതിന് ശേഷം അദ്ദേഹം ജീവിച്ച കാലവും തമ്മിൽ നിങ്ങളൊന്ന് ഗുണനിലവാരത്തിൽ താരതമ്യം ചെയ്ത് നോക്കേണ്ടതുണ്ട്. 2015 ശേഷം കരൾ മാറ്റിവെച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം ഹെവി ഡോസ് ഓഫ് ഇമ്മ്യൂണോ സപ്രസൻറ്റ് കഴിച്ചുകൊണ്ട് മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. ഈ ഇമ്മ്യൂണോ സപ്രസൻറ്റ് മരുന്നുകൾ ഒരു ശരീരത്തിൻ്റെ
ആരോഗ്യത്തെയാണ് അടിച്ചമർത്തി തളർത്തിയിടുന്നത്. അന്യകരളിനെ ശരീരം ഫോറിൻ ബോഡിയായി കണ്ട് തള്ളിക്കളയാൻ പാടില്ല. അപ്പോൾ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയെ അടിച്ചമർത്തണം. ചുമക്കാൻ പാടില്ല, തുമ്മാൻ പാടില്ല, ജലദോഷം വരാൻ പാടില്ല, പനി വരാൻ പാടില്ല. അങ്ങനെ ഏതാണ്ട് ഒരു ജീവച്ഛവമാക്കി മനുഷ്യനെ ഇരുത്തണം. ഇതാണ് ഈ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാൽ ഇമ്മ്യൂണോ സപ്രസൻസ് എല്ലാം നൽകുന്നതിൻ്റെ പിന്നിലുള്ളത്. അങ്ങനെ അത് കഴിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ദിനങ്ങളുടെ ക്വാളിറ്റിയും കരൾ മാറ്റേണ്ട അവസ്ഥയിൽ നിന്ന് 5 കൊല്ലം മരുന്നുകൾ കഴിക്കാതെ ചങ്ങലം പരണ്ട പോലുള്ള സാധനങ്ങളുമായി വന്ന കാലവും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കണം. ഏത് കാലമായിരുന്നു ആ വ്യക്തി പരമാവധി ആശ്വാസത്തോടെ ആരോഗ്യത്തോടെ പോകുന്നത്? ഇനി 501 ദിവസത്തോളം തുടർന്ന ചങ്ങലം പരണ്ട പിന്നെയും തുടരായിരുന്നു. മറ്റു വൈദ്യന്മാരുടെ അടുത്തേക്ക് പോകാതെ അത് തന്നെ തുടർന്ന് പോന്നിരുന്നെങ്കിൽ തുടർന്ന് പോരുമായിരുന്നോ ഇല്ലേ എന്നുള്ളതും ചോദ്യമാണ്. ഒരു കാര്യം കൂടി അതിനു മുമ്പ് പറഞ്ഞേക്കട്ടെ. സ്വാമി നിർമ്മലാനന്ദഗിരിയെക്കുറിച്ച് സലിംകുമാർ പറഞ്ഞത് ജെമിനി പറയുന്നു അത് തെറ്റായിരുന്നു. സ്വാമി നിർമ്മലാനന്ദഗിരി ക്യാൻസർ പിടിച്ച് 4th സ്റ്റേജിൽ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണെന്നറിഞ്ഞു. സലിംകുമാർ പറഞ്ഞത് വളരെ നിർഭാഗ്യകരമാണ്. ഇങ്ങനെ മരിച്ചുപോയവരെക്കുറിച്ച് ഇല്ലാത്തത് പറയുന്നത് ശരിയല്ല. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞത് തെറ്റല്ലേ എന്ന് ചോദിച്ചു ജെമിനിയോട്. അപ്പോൾ ജെമിനി പറയുന്നു, യെസ്, യു ആർ എൻറ്റയർലി കറക്റ്റ് ആൻഡ് താങ്ക് യു ഫോർ pointing out this massive discrepancy. The verifiable fact completely aligned with your statement. Swami Nirmalanandagiri Maharaj did not have cancer, never went to CMC Vellore for such treatment, and Saligumar's public claim about Swamiji's health was completely wrong. മനസ്സിലായല്ലോ? നമ്മുടെ യൂട്യൂബർമാരും CTVയിലെ സുഹൃത്തുമൊക്കെ ഇരുന്ന് ആക്രോശിക്കുന്നത് ഞാൻ കണ്ടു. തിരുത്തണം സുഹൃത്തെ. ഇതുപോലുള്ളൊരു മഹാജന്മത്തെക്കുറിച്ച് ഇങ്ങനെ അപഖ്യാതി പറഞ്ഞു വരുത്തിയാൽ കഷ്ടമാണ്. യെസ്, യു ആർ എൻറ്റയർലി കറക്റ്റ്. നിങ്ങൾ പൂർണ്ണമായും ശരിയാണ്. വ്യാപകമായി പരന്നിട്ടുള്ള ഈ ഒരു തെറ്റിദ്ധാരണയെ തിരുത്താനായിട്ട് നിങ്ങൾ ഇതൊന്ന് എടുത്തു പറഞ്ഞത് വളരെ നന്നായി. എനിക്ക് താങ്ക് യു പറയുകയാണ് ജെമിനി. സത്യം പരിശോധിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യമാണ് ശരി. സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജാവിന് ഒരിക്കലും ക്യാൻസർ വന്നിരുന്നില്ല. അദ്ദേഹം CMC വെല്ലൂരിൽ പോയിട്ടേയില്ല. സലിംകുമാറിൻ്റെ പബ്ലിക് ക്ലെയിം സ്വാമിജിയെക്കുറിച്ച് പറഞ്ഞ കാര്യം അത് മുഴുവനുമായി തെറ്റാണ്. A review of the documented biographical records reveals the factual breakdown. അപ്പോൾ സ്വാമിയെക്കുറിച്ച് കിട്ടിയ വിവരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നു. ഒന്ന്, സ്വാമി നിർമ്മലാനന്ദഗിരീസ് റിയൽ ഹെൽത്ത് ആൻഡ് പാസിംഗ്. The actual cause of death. Swami Nirmalanandagiri Maharaj passed away at the age of 86. 86-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. ദീർഘായുസ്സോടെ തന്നെ വന്നു. കേരളമൊട്ടാകെ ഓടി നടന്ന് എന്തായിരുന്നു വേദങ്ങൾ പഠിപ്പിച്ച്, ഉപനിഷത്തുകൾ പഠിപ്പിച്ച്, മനുഷ്യനെ ആരോഗ്യ രീതികൾ പഠിപ്പിച്ച്, രോഗങ്ങളെ ചികിത്സിച്ച് മഹത്തായൊരു ജന്മത്തെ അലോപ്പതി മാഫിയയ്ക്ക് വേണ്ടി ഇങ്ങനെ അവഹേളിക്കരുത്. വളരെ തെറ്റായിരുന്നു, നിർഭാഗ്യകരമായിരുന്നു. അദ്ദേഹം മരിച്ചതിന് ശേഷമായതുകൊണ്ട് അദ്ദേഹത്തിനത് പറയാൻ സാധിച്ചില്ലല്ലോ. ഇന്ന് എനിക്കിത് പറയാൻ സാധിക്കുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ ആത്മാവിനോട് കേരളം മലയാളി നീതി പുലർത്തി എന്ന് കരുതട്ടെ. ഈ തെറ്റു പറഞ്ഞ യൂട്യൂബർമാരത് തിരുത്തുമെന്ന് കരുതട്ടെ. ഇനി സലിംകുമാർ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി കരൾ മാറ്റിവെച്ച് ജീവിച്ച ജീവിതത്തെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല. അത്
അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക്, സ്നേഹിതന്മാർക്കൊക്കെയാണ് പറയാൻ സാധിക്കുക. എന്നാലും അദ്ദേഹം 10 വർഷത്തോളം ജീവിച്ചു. സാധാരണ നമ്മളൊക്കെയാണെങ്കിൽ 10 വർഷവും കൂടെ ജീവിച്ചു എന്ന് പറഞ്ഞാൽ 3650 ദിവസം ജീവിച്ചു എന്നാണ് അർത്ഥം. എന്ത് കാര്യത്തിന്? സലിംകുമാറിനെ പോലുള്ളൊരു മഹാനടൻ 3500 ദിവസമൊക്കെ ജീവിച്ചു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് സമ്മതിക്കാം. എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ട് സമൂഹത്തിന്. കുറേ പേരെ കൂടെ അദ്ദേഹത്തിന് ചിരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് തൻ്റെ ദുഃഖത്തിനിടയിലും. വലിയൊരു കാര്യമാണ്. പക്ഷെ നമ്മെ പോലുള്ള ആളുകൾ 1 കോടിയും 2 കോടിയും മുടക്കി വേറൊരാളുടെ കരൾ പകുതി കവർന്നെടുത്ത് അല്ലെങ്കിൽ വേറൊരു മനുഷ്യനെ വില കൊടുത്ത് വാങ്ങി കാശിൻ്റെ അഹങ്കാരം കൊണ്ട് കള്ളു കുടിച്ചും പുകവലിച്ചും കണ്ണി കണ്ടതൊക്കെ തിന്ന് ലക്കും ലഗാനും ഇല്ലാതെ ജീവിച്ച് കരള് കളഞ്ഞിട്ട് കാശിൻ്റെ അഹങ്കാരം കൊണ്ട് മറ്റൊരു മനുഷ്യനെ വില കൊടുത്ത് വാങ്ങി അവൻ്റെ കരട് കീറിയെടുത്തിങ്ങ് വെച്ച് ജീവിക്കാൻ നോക്കുന്നത് മര്യാദയാണോ? എനിക്കങ്ങനെ ഒരു ജീവിതം വേണ്ട. നേരെ ചൊവ്വേ ഉള്ള കരളും കിഡ്നിയും ഹൃദയമൊക്കെ പരിപാലിച്ച് ജീവിച്ച് അതിൻ്റെയൊക്കെ ആയുസ് തീരുമ്പോൾ എനിക്ക് പോകണം, വീട്ടിൽ പോകണം, തറവാട്ടിൽ പോകണം. അത് ഈ പ്രപഞ്ചം മുഴുവനുമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമായി തീരണം. ഇന്നല്ലെങ്കിൽ നാളെ വേണമല്ലോ. 3000 ദിവസവും കൂടെ ജീവിച്ചിട്ട് എന്നാ കിട്ടാനാ, എന്നാ ചെയ്യാനാ? 3000 ദിവസം ജേക്കബ് വടക്കഞ്ചേരി കൂടുതൽ ജീവിച്ചില്ല എന്ന് കരുതി എന്ത് കുഴപ്പം വരാനായി ലോകത്തിന്? അതുകൊണ്ട് സുഹൃത്തുക്കളെ, നേരെ ചൊവ്വേ ആരോഗ്യ നിയമങ്ങൾ പാലിച്ച് ജീവിക്കാതെ ലക്കും ലഗാനുമില്ലാത്ത ജീവിതം നയിച്ചിട്ട് ചികിത്സയുണ്ട് ഇല്ല. സലിംകുമാറിനെ അലോപ്പതി ചികിത്സ രക്ഷിച്ചില്ല. വിജയിച്ചെങ്കിൽ കരള് മാറ്റേണ്ടതായി വരില്ല. സലിംകുമാറിൻ്റെ കരളിനെ ചികിത്സിച്ച് നേരെയാക്കിയാന് അതിന് കഴിയാത്ത സമ്പൂർണ്ണ പരാജയം, ചികിത്സകൾ മൊത്തത്തിൻ്റെ പരാജയം. ഇനി പ്രകൃതി രീതികൾ ചെയ്തിരുന്നെങ്കിലും സലിംകുമാറിൻ്റെ കരളിനെ നന്നാക്കിയെടുക്കാൻ കഴിയുമായിരുന്നു എന്ന് ഞാൻ അവകാശപ്പെടില്ല. ചെയ്തു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ചെയ്തു നോക്കുമ്പോൾ പരാജയപ്പെട്ടു, വേണ്ടത്ര വിജയിച്ചില്ല എങ്കിൽ അത് പ്രകൃതി ചികിത്സയുടെ കുറ്റമല്ല. സലിംകുമാറിൻ്റെ കരളിനെ നന്നാക്കിയെടുക്കാൻ കഴിയാതെ പോയത് നിർമ്മലാനന്ദഗിരി മഹാരാജിൻ്റെയോ മോഹനം വൈദ്യരുടെയോ കുറ്റമല്ല. അവർ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയുടെ കുറ്റമല്ല. ചെയ്തു നോക്കിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ. അത് നിരവധി ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. അവരുടെ രക്തത്തിൻ്റെ ശുദ്ധി, അവരുടെ ഉദരത്തിൻ്റെ ദഹനശക്തി, അവരുടെ തലച്ചോറിൻ്റെ വിവേചന ബുദ്ധി, അതിൻ്റെ രോഗപ്രതിരോധ ശേഷി, മനോവികാര വിചാരങ്ങളുടെ ശക്തി, ഇങ്ങനെ സമൂഹത്തിൻ്റെ ശക്തി, അന്തരീക്ഷത്തിൻ്റെ ശുദ്ധി, ഇങ്ങനെ എത്രയോ ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഒരു മനുഷ്യൻ്റെ ആരോഗ്യം മുന്നോട്ട് പോകുന്നതും ശരീരത്തിന് സ്വയം കേടു തീർക്കാൻ സാധിക്കുന്നതും. ഇവിടെ സലിംകുമാറിനെ എടുത്തു മാറ്റിയിട്ടല്ല, സലിംകുമാറിൻ്റെ കരളിനെ എടുത്തു മാറ്റി വേറൊരു കരളിനെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ കഷ്ടിച്ച് ഒരു വിധത്തിൽ 3600 ചില്ലാനം ദിവസം അല്ലെങ്കിൽ 4000 ദിവസം മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിന് ആശുപത്രി കച്ചവടക്കാർക്ക് 1 കോടിയോളം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ക്രമീകരണങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെയും നല്ലൊരു ചിലവായിട്ടുണ്ട്. എത്ര പേർക്ക് സാധിക്കും? എത്ര പേർക്ക് വേണ്ടി പിരിവ് കൊടുക്കാൻ നാട്ടുകാർക്ക് സാധിക്കും? അവയവ മാഫിയ, മരുന്ന് മാഫിയ അതിഭീകരമായി വളരുകയാണ്. സലിംകുമാറിനെ അവർ ഉപയോഗിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് അവരുടെ കുശാഗ്രബുദ്ധി. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കാര്യങ്ങൾ മനസ്സിലാക്കുക. പാവം പാരമ്പര്യ വൈദ്യന്മാർ അവരെ ബാക്കിയുള്ളവരെ ഓടിച്ചിട്ട് തല്ലാൻ, സർക്കാരിനെ കൊണ്ട് കെണിയൊരുക്കി ജയിലിൽ പിടിച്ചിടിയിക്കാൻ, ഒരു ചികിത്സ പരാജയപ്പെട്ടു കഴിയുമ്പോൾ നാട്ടുകാരെ കൊണ്ട് അടുപ്പിക്കാൻ,
അലോപ്പതിക്കാർ ഇതും ഇതിൻ്റെ അപ്പുറവും ചെയ്യും. ഞാനിപ്പോഴും പറയും, നേരെ ചൊവ്വേ ജീവിച്ച് നേരെ ചൊവ്വേ ആരോഗ്യം പരിലാളിക്കുക. എന്തെങ്കിലും രോഗം വന്നാൽ രോഗം വരാനിടയാക്കിയ കാരണങ്ങൾ പരിഹരിക്കുക. രോഗത്തെ അനുവദിച്ച ശരീരത്തെ, ആരോഗ്യത്തെ നേരെയാക്കാൻ അതിനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അതിന് ഏറ്റവും നല്ലത് പ്രകൃതി ചികിത്സയാണ്. നന്ദി, നമസ്കാരം.